ഹലോ, നമസ്കാരം. നമ്മുടെ എല്ലാ കേരളീയ ജനതകളോടും പറയാനുള്ള ഒരു സന്ദേശം, ആ സന്ദേശത്തിൻ്റെ ഒരു നിശാനി മാത്രമാണ് ഞാൻ. കാരണം ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ, കേരളത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ മലയങ്കിഴ് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു. എൻ്റെ 15 വയസ്സ് മുതൽ മാത്രമല്ല, എൻ്റെ 5ാം സ്റ്റാൻഡേർഡ് മുതൽ എനിക്ക് അത്രത്തോളം ബന്ധം എനിക്ക് ലീഡർ കെ കരുണാകരനുമായിട്ട് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ പിതാജി എന്നെ അദ്ദേഹത്തിൻ്റെ ബീജത്തിൽ ഞാൻ ശുക്ലത്തിൽ ജനിച്ചതല്ല, പക്ഷേ എനിക്ക് പിതാ തുല്യനായിരുന്നു. കാരണം എന്തെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അത്രയും വലിയ ഒരു സംവിധാനം ഉണ്ടായിരുന്നു, ഏകീകരണം. കേരളത്തിൽ നിന്ന് ആരെല്ലാമാണോ, എന്തൊക്കെയാണോ, ഏതെല്ലാമാണോ എന്ന് അന്ന് ആ ഒളിവിൽ കഴിഞ്ഞ കാലഘട്ടം മുതൽ എൻ്റെ പിതാവും എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ രാമു കൺട്രാക്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ A ക്ലാസ് കോൺട്രാക്ടറായിരുന്നു. പക്ഷേ ലീഡർ കെ കരുണാകരൻ അറിയാം തെക്കൻ തിരുവിതാംകൂറിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും. ഞാൻ ജനിച്ച കുടുംബം എന്ന് പറഞ്ഞാൽ ഇന്ന് ട്രാവൻകൂർ, പഴയ ട്രാവൻകൂർ, നമ്മുടെ സത്യസന്ധമായ രാജാക്കന്മാർ ഭരിച്ച ട്രാവൻകൂർ. ആദ്യം തിരുവിതാംകൂർ ആയിരുന്നു. തിരുവിതാംകൂർ വലുതായി, കാരണം കൊച്ചിൻ വരെ നാം എടുത്തു എന്നല്ല, സംരക്ഷിച്ചു. അത്തരം നല്ല നല്ല രാജാക്കന്മാർ ഭരിച്ച തെക്കൻ തിരുവിതാംകൂറിൽ ജനിക്കാൻ കഴിഞ്ഞത് തന്നെ, ശ്രീ അനന്ത പത്മനാഭൻ്റെ മുന്നിൽ ജനിക്കാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ മഹാഭാഗ്യമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ. കാരണം വളരെ ദുഃഖത്തോട് പറയുകയാണ്. കാരണം ലീഡർ കെ കരുണാകരൻ നമ്മുടെ വിട്ടുപോയപ്പോൾ, കാരണം ഇതിന് മുമ്പേ ഒരു കാര്യം പറയാനുണ്ട്, സൂചിപ്പിക്കാനുണ്ട്. രാമു കൺട്രാക്ട് എന്ന് പറയുന്ന കോൺട്രാക്ടർ രാമു കൺട്രാക്ട്, അംബാസമുദ്രം റോഡ്, സുബ്രഹ്മണ്യം മേരിലാൻഡ് സ്റ്റുഡിയോ, സുബ്രഹ്മണ്യം ആൻഡും രാമു കൺട്രാക്ട്. അങ്ങനെ കുറേ റിലേഷൻഷിപ്പ് നമ്മുടെ ഫാമിലി ആയിട്ടുണ്ട്. കാരണം എല്ലാവരും ഹിന്ദു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കായിരിക്കും ട്രാവൻകൂറിൽ ഹിന്ദു എന്ന് പറയാനുള്ള ഏക അവകാശം. കാരണം എന്തെന്നറിയാമോ? കാരണം തിരുവനന്തപുരം ജില്ലയിൽ എത്ര അമ്പലങ്ങളുണ്ടോ ആ അമ്പലങ്ങളെല്ലാം എൻ്റെ ബന്ധുബലമുള്ള അമ്പലങ്ങളാണ്. എല്ലാ BJPയോടും RSSോടും കോൺഗ്രസിനോടും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും പറയുകയാണ്. കാരണം എന്തുകൊണ്ടെന്നാൽ, കാരണം അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ തള്ളിപ്പറഞ്ഞ സമുദായങ്ങളുണ്ട്. അപ്പോഴും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ പുത്രനെയും തള്ളിപ്പറഞ്ഞ നല്ല നായരും നല്ല ഞങ്ങളുടെ സമുദായം, ഞാൻ ജനിച്ച സമുദായത്തിൽ ഒരിക്കലും അങ്ങനെ ജാതിയെ മുൻനിർത്തി പ്രവർത്തിച്ച പാരമ്പര്യമില്ല. ജാതിഭേദം മതദ്വേഷം യാതുമില്ല, സർവരും സോദരാത്വാന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് തെളിയിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ആ ധർമ്മത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവനാണ് ഞാൻ. അതുപോലെ തന്നെ അതേ കണക്ക് മുറുകെ പിടിച്ച് തന്നെയാണ് നമ്മുടെ ശ്രീനാരായണ പരമഹംസൻ. അദ്ദേഹത്തിൻ്റെ പാദങ്ങൾക്ക് നമസ്കാരം ഞാൻ സമർപ്പിക്കുകയാണ്. ശ്രീ ശിവഗിരി നമ്മുടെ സമാധിയിൽ ഞാൻ നമസ്കരിക്കുകയാണ്. കാരണം ഒരിക്കലും മറക്കില്ല, മറയ്ക്കാൻ അവകാശമില്ലാത്തൊരു കാലമുണ്ടായിരുന്നടോ ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ.
വടക്കേ ഇന്ത്യ പറയണ്ട, കേരളം എന്നാൽ അതിനൊരു മാതൃക കാണിച്ചു. ഇന്നു രാജ്യത്ത് കേരളത്തിൽ വിശേഷിച്ചും, കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ ഭേദമാണ്. കാരണം അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഉള്ള ജനാധിപത്യം ഇന്ന് കേരളത്തിൽ ഉണ്ട്. മറ്റ് മണിപ്പൂരും ഹരിയാനയും അതേ കണക്ക് മധ്യപ്രദേശും പോലുള്ള സംസ്ഥാനങ്ങളായിരുന്നു എങ്കിൽ സാധാരണക്കാരന് ജീവിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ കൊച്ചു കേരളത്തിൽ, കാരണം ഒരു കാലഘട്ടത്തിൽ ഒരു പ്രാവശ്യം കോൺഗ്രസ്, ഒരു പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, എന്നാലും അത്തരം സംവിധാനങ്ങൾ പോലെ ആ സംവിധാനത്തെ പോലും അടിച്ചമർത്തി മറ്റൊരു സംവിധാനം അദാനിയും അംബാനിയും പോലുള്ള രാജ്യത്തും ലോകത്തും വ്യാപാരികളിലെ ഏറ്റവും വലിയ വ്യാപാരികളുമായുള്ള സമ്പർക്കം കൊണ്ട് മാത്രമാണ് ഈ ലോകം നശിച്ചു കൊണ്ടിരിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയോട് ഞാൻ ഒരു കുറ്റവും പറയില്ല. ഭരണാധികാരികൾ, ഏതൊരു ഭരണാധികാരി വന്നാലും ആ ഭരണാധികാരികൾ, അധികാരികൾ ആരാണോ അവരാണ് അദാനിയും അംബാനിയുമായിട്ട് വ്യാപാരം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നില്ല, അമിത്ഷായും ഞാൻ പറയുന്നില്ല, എ.ബി. വാജ്പേയി ഈ രാജ്യത്തെ നമ്മളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി നമ്മളെ കൂട്ടുമുന്നണിയിൽ അംശമായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എ.ബി. വാജ്പേയി പറഞ്ഞൊരു ശബ്ദമുണ്ടായിരുന്നു, കോയി ഭി ആയേഗാ കോയി ഭി ജായേഗാ, ആരും വരാം ആർക്കും പോകാം, വീണ്ടും വീണ്ടും പരിവർത്തൻ ചായേ. എന്നാൽ ഈ രാജ്യത്ത് ഓരോരുത്തരും ഭരിക്കാൻ വരും, ഓരോരുത്തരുടെ കുറ്റം പറയാൻ അവകാശമുണ്ട്. ആ അവകാശത്തെ ലംഘിക്കുന്ന നിയമങ്ങൾ, നമ്മുടെ അവകാശ സംരക്ഷണത്തെ അപഹരിച്ച് ഭരിക്കുന്ന സംവിധാനം ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഏതൊരു സ്റ്റേറ്റായിരുന്നാലും, ഞാൻ കേരളത്തെ മാത്രം ഞാൻ പറയുന്നില്ല, ഏതൊരു സ്റ്റേറ്റായിരുന്നാലും ആ സ്റ്റേറ്റിനെ നാം തള്ളി പറയേണ്ടി തന്നെ വരും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യയെന്നോ മറ്റൊരു പാർട്ടിയെന്നോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നോ അല്ല, അങ്ങനെയൊക്കെ എപ്പോഴും നിഷ്പക്ഷമായി സംസാരിക്കും. കാരണം എന്തെന്നാൽ രാജ്യത്തിന് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച ത്യാഗിയായ കെ കരുണാകരൻ, രാജന്റെ കൊച്ചു പിഞ്ചു പ്രായത്തിൽ രാജനൊക്കെ അത്രയും, ഞാൻ 5ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചപ്പോൾ ഒരു ത്രിവർണ്ണ പതാക ഇല്ലാത്ത ഏക സ്കൂൾ മലയങ്കിൽ സ്കൂൾ, ഞാൻ അവിടെ വിദ്യാഭ്യാസം ചെയ്തു. എല്ലാവരും എന്നെ മർദ്ദിച്ചു. അപ്പോൾ ഞാൻ ജനിച്ച സമുദായത്തിൻ്റെ ആൾക്കാരുടെ കുറേ പിൻബലം എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ മരണപ്പെട്ടില്ല. അപ്പോഴും ഞാൻ നമ്മുടെ മലയങ്കിൽ മണികണ്ഠൻ നായർ, അദ്ദേഹത്തിൻ്റെ പിതാവ് എനിക്കൊരു ത്രിവർണ്ണ പതാക വാങ്ങിത്തന്നു. ഞാൻ അവിടെ സ്ഥാപിച്ചു. കാരണം അന്ന് മുതൽ ഞാൻ എന്ത് ചെയ്താലും, രാജൻ എന്ത് ചെയ്താൽ, ഞാൻ ഏറ്റവും കൂടുതൽ കബഡി കളി എന്ന് പറയും, കബഡി കളി, ആ കബഡി കളിയിൽ 1ാം സ്ഥാനം എനിക്കായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ദുഃഖം എന്തായിരുന്നു? എൻ്റെ മാതാവ് എൻ്റെ പിതാവിനെ ഉപേക്ഷിച്ചില്ല. പക്ഷേ എൻ്റെ മാതാവിൻ്റെ കുടുംബത്തിൽ പോയി. അതുകൊണ്ട് മറ്റൊരു സന്ദേശം കൂടെ നൽകുകയാണ്. കാരണം ഏതൊരമ്മയും അച്ഛനും മക്കളെ ജനിപ്പിച്ചിട്ട് കാര്യമില്ല, അവരെ സംരക്ഷിക്കുന്നത് പട്ടിണി കിടന്നാലും പച്ചവെള്ളം കുടിച്ചാലും അവരെ സംരക്ഷിക്കണം. അച്ഛൻ്റെയും അമ്മയുടെയും സംരക്ഷണം കൊണ്ടായിരിക്കണം. രാജനേത്തെ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചവൻ തിരിച്ച് വന്നപ്പോൾ കൂട്ടുകുടുംബമാണ്. അവിടെ പോയാലുണ്ട് അന്നം, ഇവിടെ പോയാലുണ്ട് അന്നം. എനിക്ക് ഒരു വയറ് നിറച്ച് ഭക്ഷണം ഞാൻ കഴിച്ചത് സത്യത്തിൽ കെ കരുണാകരൻ
എന്ന് പറയുന്ന മഹാമനുഷ്യൻ്റെ കല്യാണക്കുട്ടി അമ്മ വിളമ്പി തന്ന ഭക്ഷണമാണ്. കാരണം എത്ര ആളുണ്ടെങ്കിലും ഞങ്ങൾക്ക് അവിടെ പാകം ചെയ്യുന്ന ഭക്ഷണം വളരെ കുറവായിരുന്നു. ആ ഒരു കാലഘട്ടം ഓർത്തു പോവുകയാണ്. കാരണം അവസാനം മറ്റ് ഹോട്ടലുകളിൽ നിന്ന് ഓഫർ ചെയ്യും. അതിൻ്റെ അംശം അപ്പോഴും കെ മുരളീധരന് സമയങ്ങൾ അദ്ദേഹം നാട്ടിലുള്ളപ്പോൾ ദുബൈയിലല്ല, അപ്പോഴും അദ്ദേഹം കൃത്യമായി ഭക്ഷണം കഴിക്കുന്ന ഏക മനുഷ്യൻ കെ മുരളീധരൻ മാത്രമാണ്. അതിൻ്റെ അകത്ത് എൻ്റെ കല്യാണിക്കുട്ടി അമ്മയും സത്യം എനിക്ക് ഒരു പിടിച്ചോറ് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഒരുപാട് എം വി ഗംഗാധരൻ നമ്മുടെ ജലസേചന മന്ത്രിയായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമായ ഒരു കാലമുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് കെ കരുണാകരൻ്റെ ആ ഒരു നർമ്മവും ബുദ്ധിയും ആ ബോധവും അത് ഇന്ന് ഇന്ത്യയിൽ ആർക്കുമില്ല. കാരണം എല്ലാ വാർത്താ ചാനലുകളും മറ്റും അതിൽ കയറി ചാടി എല്ലാ ന്യൂസുകളും ശേഖരിക്കുകയാണ്. അന്ന് കെ കരുണാകരൻ്റെ ഹാർട്ട് പോലെത്തും. ഹാർട്ട് എന്ന് പറഞ്ഞാൽ ജീവന് ഒപ്പം നിൽക്കുന്ന പീതാംബരക്കുറുപ്പ് എവിടെ എന്ന് ചോദിച്ചാൽ പറയാൻ ഒരാളിനെ കഴിയൂ. ആ പീതാംബരക്കുറുപ്പിൻ്റെ സകലതും ഏൽപ്പിച്ചു തന്ന കെ കരുണാകരൻ്റെ ഞാൻ പുത്രനല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ നമ്മുടെ മഹാദേവൻ്റെ മഹാദേവി നമ്മുടെ ദേവി, ആ ദേവിക്ക് എത്ര ഗണേശനുണ്ട് നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? 2 ഗണേശനുണ്ട്. 2 ഗണേശനുണ്ട്. നിൽക്കുന്ന ഗണേശനുണ്ട്. ആ ഗണേശനാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മുടെ ആ വലിയ ആ ചരിത്രത്തെ ഞാൻ ചേർത്ത് പിടിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ആരെയും പിതാവുമാക്കാം, മാതാവുമാക്കാം. എപ്പോഴാണ്? കർമ്മത്താൽ. ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് ഇന്ത്യയിൽ എന്തെല്ലാം പ്രശ്നമുണ്ടായപ്പോഴും ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ സ്വന്തം സഹോദരൻ ഏറ്റവും കൂടുതൽ ഇന്ദിരാ മാതാജി പ്രിയദർശിനി ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഏക മനുഷ്യൻ കെ കരുണാകരൻ. നിങ്ങൾക്കറിയാമോ? ആ കാലഘട്ടത്തിൽ പോലും ഞാൻ എന്നെ അവിടുന്ന് അത്രയും അവസ്ഥയിൽ നിന്ന് വർക്കലയിൽ കൊണ്ട് പറിച്ച് നട്ടതും എൻ്റെ കെ കരുണാകരൻ. അപ്പോഴും ഞാൻ ചേങ്കോട്ടുകുളം ആശ്രമം എന്ന് പറയുന്നൊരു ആശ്രമം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ശ്രീ നാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമിജികളുടെയും നമ്മുടെ ഇന്ത്യയുടെ എല്ലാ ചരിത്രവും പ്രചരിപ്പിച്ച ഒരേ ഒരു പ്രചാരകൻ സത്യാനന്ദ സരസ്വതി സ്വാമിജികളുടെ ഒരു അന്തേവാസി ഞാൻ മാത്രമല്ല. പീതാംബരക്കുറുപ്പ്, നമ്മളെ ട്രിബ്യൂണൽ ജഡ്ജി ജി രാജപ്പൻ, പഴയ കാലത്ത് DCC പ്രസിഡന്റ്, അങ്ങനെ ഒരുപാട് നിരകളുണ്ടായിരുന്നു. അത്തരം ബന്ധങ്ങളുണ്ടായിരുന്നു. നമ്മളെ അതുപോലെ തന്നെ മറ്റൊരു ആശ്രമമുണ്ടല്ലോ, നമ്മുടെ എന്ത് പറയുക, നമ്മുടെ പോത്തങ്കോട് ഒരു ആശ്രമമുണ്ട്. ആ ആശ്രമം, ആ സ്വാമിജികളുടെ ആശ്രമത്തിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് നിങ്ങൾ RSS BJP നിങ്ങൾ ഓർക്കണം. കാരണം ഹിന്ദു എന്നാൽ ഒരു സംസ്കാരമാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു ജാതിയല്ല. ഹിന്ദുവിൻ്റെ സംസ്കാരത്തിൻ്റെ ആ കാഴ്ചപ്പാടാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. എല്ലാ സമുദായങ്ങൾക്കും ഇന്ദിരാഗാന്ധിയും കെ കരുണാകരനും ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ഇതാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരമാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ
ഒരു ചിന്തയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ഖുർആൻ എന്ന് പറഞ്ഞാൽ ലോകത്തിന് വേണ്ടി, ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി സമർപ്പിച്ച ഏക ചിന്തയുടെ, കാരണം രൂപവും ഭാവവും ഇല്ലാത്ത ഏക സമുദായം ഇസ്ലാമാണ്. നിങ്ങൾക്ക് യു ചലഞ്ചിടാ അതിനൊക്കെ പറയുകയാണ്. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ രൂപമില്ല, ഭാവമില്ല. ഖുർആൻ എന്ന് പറയുന്ന മഹാസത്യമുണ്ട്. ആ സത്യം അത് എഴുതിയതല്ല. രാമായണം അശരീരിയാണ്. അശരീരി പറഞ്ഞു കൊടുക്കുന്നത് പ്രകാരം എഴുതിയതാണ്. ഗീതയും അതാണ്, താളിയോലയും അതാണ്. റബ്ബിന്റെ റബ്ബായ തമ്പുരാനെ എന്നാണ് നമ്മുടെ മലയാളികൾ മലയാളത്തിൽ ഉച്ചരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ കാരണം ആ സംസ്കാരമാണ്. കാരണം ഭാരതമെന്ന് പറഞ്ഞാൽ, ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിൻ്റെ, കാരണം ദർശനം നൽകിയ മഹാഭാരതം. ഹിന്ദുസ്ഥാൻ, ഹിന്ദു എന്ന് പറഞ്ഞാൽ അധർമ്മം. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു ജാതിയല്ല, സിന്ധുവും തടാകത്തിൽ നിന്ന് ഉത്ഭവിച്ച സംഭവമാണ്. സംഭവാനിയുഗേ, അവിടെ ജാതിയില്ല, മതമില്ല. ഓരോരുത്തരും ഓർക്കുക. കാരണം എന്തുകൊണ്ടെന്നാൽ ഇത് പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ലീഡർ കെ കരുണാകരൻ എന്ന പടാവൃക്ഷം, നമ്മൾ മലയാളത്തിൽ പറയും ആൾവൃക്ഷം, പടാവൃക്ഷം, ആൾവൃക്ഷം. ആരെയാൾ അതൊന്നും എത്രയോ പടാവൃക്ഷമാണ് ലീഡർ കെ കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടില്ല, ഇതുവരെ പഠിച്ചിട്ടില്ല. കാരണം രാജനേക്കെ എന്ന് പറയുന്ന, ഞാൻ ഹിന്ദിയിലാണ് പ്രോഗ്രാം ചെയ്യുന്ന AICCയുടെ സോഷ്യൽ മീഡിയ വർക്കർ ആൻഡ് ഹിന്ദി വോയിസറാണ് ഈ സംസാരിക്കുന്നത്. കാരണം എന്തുകൊണ്ടെന്നാൽ എന്നെ ആരും ഗവനിക്കാറില്ല. ജാതിയുടെയും മതത്തിൻ്റെയും അടിമകളായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരാ, ഓരോ രാഷ്ട്രീയക്കാരോടും ഞാൻ പറയുകയാണ്, അടിമകളായി ജാതിയുടെ പുറകെ സഞ്ചരിക്കുന്ന രാഷ്ട്രീയക്കാരോ കരെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുക. സത്യവും ധർമ്മവും നീതിയും ന്യായവും അതിന് വേണ്ടി മാത്രമാണ് ലീഡർ കെ കരുണാകരൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണം ഉന്നയിച്ച ഓരോ സഖാക്കളെ ഞാൻ ഇതിനോടൊപ്പം ചൂണ്ടിക്കാണിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു നേരത്തെ അന്നം സമയത്ത് ഭക്ഷിക്കാൻ പോലും അവസരം നൽകാത്ത നീതിപീഠമല്ല അദ്ദേഹത്തിന് നീതിപീഠം. ശരിയായ ദിശയിൽ നമ്മുടെ ഡോക്ടർ അംബേദ്കർജിയുടെ ഈ ഭരണഘടന, ഡോക്ടർ അംബേദ്കർജിയുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ജാതിയിൽ ഇച്ഛനീതിത്വവും മുഗൾ ജാതിയും കീഴ് ജാതിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനില്ല, നെഹ്റു ഫാമിലിക്കില്ല, മോത്തിലാൽ ജി, ജവഹർലാൽ ജി, മറ്റൊരാളുണ്ട് നിങ്ങൾ ഓർക്കുക, നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അപ്പോഴും ഒരു സന്യാസി ഉണ്ടായിരുന്നു, സ്വാമി വിവേകാനന്ദൻ. ഇപ്പോൾ ശേഷിക്കുന്നത് വിവേകാനന്ദ പാറ മാത്രമാണ്. മന്ദിരങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ അദ്ദേഹം തന്നെ വിളിച്ചു പറഞ്ഞു, കേരളം ഒരു പ്രാന്താലയമാണ്. കേരളം ഒരു പ്രാന്താലയമാണ്. മതത്തിൻ്റെ പേരിൽ ആ പ്രാന്താലയമാണ് ഇന്ന് ഇന്ത്യയും ലോകവും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ സംഗതികളും നിങ്ങൾ ഓർക്കുക എപ്പോഴും. കാരണം നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജീവിച്ചിരുന്നു എങ്കിൽ ഇന്ത്യ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഭരിക്കുമായിരുന്നു. കാരണം അതാണ് ഡെമോക്രസി, ബ്യൂറോക്രസി അല്ല. ഡെമോക്രസി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കൃത്യമായി ഭരിക്കാനുള്ള ഭരണാധികാരി ഒന്നാമൻ അദ്ദേഹമായിരുന്നു. എല്ലാവരും മറന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം എന്തെന്നാൽ, കാരണം
നമ്മുടെ എ.ബി. വാജ്പേയി നമ്മുടെ എന്ന് തന്നെ പറയും. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. അദ്ദേഹം ഒരു RSSകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാജിയും അത് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാജി ഏറ്റവും വലിയ ഒരു ലോയറായിരുന്നു. അദ്ദേഹവും എ.ബി. വാജ്പേയിയും ഒരു ലോയർ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ്? ഇന്ത്യയെ കണ്ടു, ഇന്ത്യയെ തിരിച്ചറിഞ്ഞു, സ്വതന്ത്ര ഇന്ത്യയെ തിരിച്ചറിഞ്ഞു അദ്ദേഹം. അതുകൊണ്ട് ജോയിന്റ് മിനിസ്ട്രിയിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ജോയിന്റ് മിനിസ്ട്രിയിലെ ഒരു വിദേശകാര്യ മിനിസ്റ്ററായിരുന്നു. ഏറ്റവും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു BJPയുടെയോ RSSൻ്റെയോ ആയിക്കോട്ടെ ഏറ്റവും നല്ലൊരു വിദേശകാര്യ മന്ത്രിയായിരുന്നു എ.ബി. വാജ്പേയി. അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി, അദ്ദേഹത്തിൻ്റെ ആ കഴിവിനെ വെച്ചുകൊണ്ടാണ് ഒരു BJP അധികാരത്തിൽ വരാൻ കാരണം. ഇല്ല എങ്കിൽ ഒരിക്കലുമില്ല. വാജ്പേയി സർക്കാർ, വാജ്പേയി എന്ന് പറഞ്ഞാൽ എ.ബി. വാജ്പേയിയാണ്. അദ്ദേഹമാണ് അതായത് BJPക്കും RSSനും ഒരു ലേബൽ ഉണ്ടാക്കി കൊടുത്ത ഏക നേതാവ് എ.ബി. വാജ്പേയിയാണ്. ഘട്ടം ഘട്ടമായി നമ്മുടെ LK അദ്വാനി ആദ്യം വലിയ തീവ്രവാദ ചിന്താഗതിയായിരുന്നു. പക്ഷെ അതൊന്നെല്ലാം മാറ്റം വന്നു. എ.ബി. വാജ്പേയിയുടെ ദർശനങ്ങളും നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദർശനവും സ്വതന്ത്ര ഇന്ത്യയുടെ ദർശനവും, അത്തരം ദർശനങ്ങൾ അദ്ദേഹം രഥയാത്ര നടത്തി. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മിതവാദിയായി വന്നപ്പോൾ അദ്ദേഹത്തിനെ തുറാങ്കലിലടച്ചു. തുറാങ്കലിൽ ഇല്ലായിരുന്നെങ്കിൽ LK അദ്വാനി ഇന്ന് BJPയുടെയും RSSൻ്റെയും പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ ഒരിക്കലും ഈ രാജ്യത്ത് മണിപ്പൂരും ഹരിയാനയും ഗുജറാത്തും മധ്യപ്രദേശും നിങ്ങൾക്കറിയാമോ? വേദന തോന്നുന്നു. ജാതി നോക്കി, മതം നോക്കി. ഗോധ്ര സംഭവം എന്താണ്? കാരണം ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കഥയുണ്ടാക്കി ട്രെയിൻ കത്തിച്ചു. ആരാണ് കത്തിച്ചത്? പക്ഷേ രാജനയ്ക്കാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ തീർച്ചയായും 6 മാസത്തിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, BJP അല്ല, ഏതൊരു ഭരണാധികാരിയായിരുന്നാലും ഭരിച്ചാര് തെറ്റ് ചെയ്താലും ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല തീർച്ചയായും തുറങ്കലടയ്ക്കും. ഓരോ IASകാരും ഞമ്മം ഭക്ഷിക്കുന്നു. ഓരോ എംപ്ലോയിയും ഞമ്മം ഭക്ഷിക്കുന്നു. ആരുടെ പൈസയാണ്? ലേബറുടെ. ഞാൻ ഒരു INDC ദേശീയ സമിതി അംഗമാണ് സംസാരിക്കുന്നത്. ഞാൻ താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്നവനാണ്. എനിക്കറിയാം വേദനകൾ, ഓരോ ദുഃഖങ്ങളറിയാം. ഞാൻ ജോലി ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ 10 നയാ പൈസ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ അമ്മയോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കാരണം എനിക്ക് ജന്മം നൽകിയ എൻ്റെ മാതാവേ, എൻ്റെ പിതാവേ. കാരണം ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. കാരണം ലോകം ഇതാണ്. നമ്മുടെ ജനിച്ചുകൊണ്ട് സഹോദരനും സഹോദരിയാകുന്നില്ല. കർമ്മം കൊണ്ടാണ്. ഞാൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കായലിൽ പണിയെടുത്ത് തിരിച്ചു വരപ്പോൾ, ഞാൻ എൻ്റെ ആ പ്രോഫിറ്റ് കൊണ്ട് തിരിച്ചു വരപ്പോൾ ഒരാളിൻ്റെ മക്കൾ സ്കൂളിൽ പഠിക്കുകയായിരിക്കും, കോളേജിൽ പഠിക്കുകയായിരിക്കും, ഹോസ്റ്റലിൽ നിൽക്കുകയായിരിക്കും. ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്നെ അറിയാവുന്നവർ എന്നെ തിരിച്ചറിയണം. കാരണം ഞാൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. രാജനേക്കെ കരമൻ രാജൻ എന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് K. കരുണാകരൻ എൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉള്ളപ്പോൾ കൊച്ചുരാജൻ, നിങ്ങൾക്ക് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തേണ്ട കൊച്ചുരാജൻ, നമ്മുടെ മുള്ളുമല എസ്റ്റേറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവൂ. ഓയിൽ ഫോം ഇന്ത്യ. ഞാൻ തോട്ടം മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്.
ഞാൻ ജോലി ചെയ്യുകയും നേതാക്കന്മാരെ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നേതാവാകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഇന്നും അന്നും ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ലീഡർ അറിയാതെയാണ് ഞാൻ ഇവിടെ നിന്ന് നാട് വിടുന്നത്. അപ്പോൾ ലീഡറിന് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാം എൻ്റെ എക്സ്പോർട്ടിങ്ങും എല്ലാം മതിയാക്കി നാട്ടിൽ വന്നു. കാരണം അപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് വിവാഹം കഴിച്ച് എൻ്റെ ഭാര്യയെ ലൈഫ് ലൈൻ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് എൻ്റെ ഭാര്യയ്ക്ക് കൂട്ടിരിക്കാൻ പോലും ആരും ഇല്ലായിരുന്നപ്പോൾ പകരക്കാരിയായി ഒരാളിനെ വെച്ചിട്ട് എൻ്റെ ലീഡറെ ഭാഗത്താണ് ഞാൻ അനന്തപുരി നമ്മുടെ അനന്തപുരി ഹോസ്പിറ്റൽ ഞാൻ വന്നു. അപ്പോൾ പലരും ആളുകളാണ്, പണ്ടും അങ്ങനെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കഫം പുറത്ത് വേണ്ട, തുപ്പപ്പടിയം വേണ്ട, കയ്യിൽ വാങ്ങാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വ്യാജ സ്നേഹം നടിച്ചുകൊണ്ട് ഒരുപാട് പേര്. കാരണം ഞാനിത് പറയാൻ കാരണം ഇതാണ് ഞാൻ കാണിക്കുന്നത്. കാരണം അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം മരണപ്പെട്ട് തുച്ഛമായി ദിവസം കഴിഞ്ഞപ്പോൾ 41 ദിവസം നമ്മുടെ തിരുനെല്ലിയിൽ കെ മുരളീധരനും കുടുംബവും പോയി സമർപ്പണം നടത്തിയതിനു ശേഷം ആദ്യമായി ഞാൻ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഏക സ്ഥാപനം ഡീലർ കെ കരുണാകരൻ മെമ്മോറിയൽ ആൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് കൾച്ചറൽ ഫോറം എന്ന് പറയുന്ന സ്ഥാപനം അദ്ദേഹത്തിനോട് അനുവാദം ചോദിച്ച് ഡീലർ കെ കരുണാകരൻ്റെ പുത്രൻ അരിമപുത്രൻ അദ്ദേഹത്തിനോട് അനുവാദം ചോദിച്ച് ഈ മെമ്മോറിയലിൻ്റെ ഇന്നും അദ്ദേഹമാണ് രക്ഷാധികാരി. ഞാൻ ഒരു നടത്തിപ്പുകാരനായിരുന്നു അന്ന്. കാരണം യഥാർത്ഥത്തിൽ ഞാൻ പ്രസിഡന്റ് ആകണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. ഞാനായില്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ കരമനയിൽ ഒരു കൗൺസിലർ അന്ന് അല്ലായിരുന്നു. അതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ സഹോദരിയെപ്പോലെ അവർ നായർ സമുദായത്തിൽ ജനിച്ച ഒരാളും ഞാൻ ഒരു ഈഴവ സമുദായത്തിൽ ജനിച്ച ഒരാളും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നമ്മുടെ ഏറ്റവും കൂടുതൽ, കാരണം ഞങ്ങളുടെ അതിര് പങ്കിട്ടവരായിരുന്നു ഞാനും പെരുങ്കടവള എന്ന് വെച്ചാൽ നമ്മുടെ നെയ്യാറ്റിൻകരയിൽ അതിൻ്റെ തൊട്ട് കണ്ടള കുടുംബത്തിൽ ജനിച്ച, കാരണം അപ്പോഴും എൻ്റെ പിതാവും ആ കുടുംബവുമായിട്ട് അത്രയും ബന്ധമുണ്ടായിരുന്നു. ആ കഥകളെല്ലാം പറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഷോർട്ട് കട്ട് ഞാൻ പറയുകയാണ്. കാരണം ഇതാണ് ഞാൻ ഒരു പ്രോഗ്രാം, അതിനു മുമ്പ് ഒരുപാട് പ്രോഗ്രാം ഞാൻ ചെയ്തു. പാർപ്പനംകോട് ദർശന ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു പ്രോഗ്രാം ചെയ്തു. കാരണം അന്ന് ഞാൻ പേരെടുത്ത് തന്നെ ഇപ്പോൾ ഞാൻ പറയാം. കാരണം നമ്മുടെ ഒരു പരമനേതാവ് ചമഞ്ഞ് നടന്നൊരു മഹാനായിരുന്നു അദ്ദേഹം. ഇപ്പം ഒന്നുമല്ല, വിജയൻ തോമസ്. അദ്ദേഹം പറഞ്ഞു, രാജൻ ആരോടും പിരിക്കണ്ട, പകുതി പൈസ ഞാൻ തരാം. 3 ദിവസത്തിന് മുമ്പിൽ ഞാൻ ചെന്നപ്പോൾ പറയുന്നു, ഞാൻ ആളിനെ വിട്ടാൽ മതി. 3 പ്രാവശ്യം വിട്ടു, 10 നയ പൈസ തന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ശിവകുമാർ എന്ന് പറഞ്ഞ പഴയ MP, അദ്ദേഹം MP ആയതെന്നാൽ എൻ്റെ സമുദായത്തിൻ്റെ, ഞാൻ സമുദായം പറയുന്നില്ല, ആ സമുദായത്തിൻ്റെ പൂർണ്ണ വോട്ടും ഞാൻ അദ്ദേഹത്തിന് സമർപ്പിച്ചു. കാരണം അതാണ് എനിക്ക് കരമന രാജൻ. നിങ്ങൾ ഓർക്കുക, അമിത്ഷാ ഇന്ന് ഇത്രയും ക്രൂശിച്ച ഏക പേരാണ് രാജനയ്ക്ക്. നിങ്ങൾക്കറിയില്ല രാജനയ്ക്ക് എന്തെന്നാൽ വിദേശങ്ങൾക്കറിയാം, ഇന്ത്യക്കറിയാം, കേരളത്തിന് മാത്രം അറിയില്ല. കാരണം ഇത് പറയാൻ കാരണം ഞാൻ ഈ ഒരു സ്റ്റോറി പറയുകയാണ്. ഇന്ന് ലീഡർ കെ കരുണാകരൻ്റെ ചരമദിനമാണ്, എൻ്റെ പിതാവിൻ്റെ ചരമദിനമാണ്. വേദന കൊണ്ട്, ദുഃഖം കൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധിയും ലീഡർ കെ കരുണാകരനും.
ആരും വിസ്മരിക്കരുത്. കാരണം എല്ലാവരും അദ്ദേഹത്തിനെ അനുസ്മരിക്കുകയും സ്മരിച്ചുകൊണ്ട് അതെന്നും വലിയ നേതാക്കളാവാൻ വേണ്ടി ശ്രമിച്ചു. ഉമ്മൻചാണ്ടി സാറും അദ്ദേഹവും രാജ്യത്തിനും ജനങ്ങൾക്കും നന്മ ചെയ്തു. അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ്. കാരണം ഞാൻ ഈ നോട്ടീസ് കാണിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വിശേഷതയുണ്ട്. കാരണം ഒരു പൈസയും ആരുടെയും സംഭാവന സ്വീകരിക്കാതെ സ്വന്തം ഭൂമി വിൽപ്പന നടത്തി ആ പൈസ കൊണ്ട് കയറി വരുന്ന ബാഗ് നിങ്ങൾക്ക് കാണാം. ആ ദിവസം നിറവറ എന്ന് പറയുന്ന ഒരു കരുണൻ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ മാക്സിമം എനിക്ക് വില കുറച്ച് തന്നു. ആ ലോറി കണക്ക് സാധനം വരുത്തി എല്ലാവർക്കും ഞാൻ ദാനം ചെയ്തു. അതുപോലെ എത്രയോ ദാനം ചെയ്ത് ഇതൊരു സാമ്പിളാണ്. അത് അദ്ദേഹം കെ മുരളീധരനോട് നിങ്ങൾ ചെന്ന് ചോദിക്കുക. കാരണം കേരളത്തിൽ ലീഡർ കെ കരുണാകരന് വേണ്ടി ഇതുപോലൊരു പരിപാടി എല്ലാ കോൺഗ്രസ്സുകാരോടും ഞാൻ ചോദിക്കുകയാണ്, ഇതേ കണക്കൊരു പരിപാടി ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ പിരിക്കുകയും നിങ്ങൾ അതിൻ്റെ ഒരു അംശം മാത്രമെടുത്താണ് കെ കരമനരാജൻ ലീഡർ കെ കരുണാകരൻ്റെ രണ്ടാം പുത്രനായി നിങ്ങൾ പറഞ്ഞോളൂ. രാജനയ്ക്ക് അഭിമാനമാണ്. തിരുവിതാംകൂറിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏക നേതാവാണ് എൻ്റെ സമുദായത്തിന് ലീഡർ കെ കരുണാകരൻ. അതുപോലെ തന്നെ വിശ്വകർമ്മർക്കും നാടാർ സമുദായത്തിനും. കാരണം പണ്ട് എല്ലാ പുനഃസംഘടനകളിലും ഒരു സമുദായത്തിനെയും വേദനിപ്പിക്കാതെ നോവിക്കാതെ പാർട്ടിയെ ശക്തിപ്പെടുത്തിയ ഏക നേതാവ് ലീഡർ കെ കരുണാകരൻ. അദ്ദേഹവും തൊഴിലാളി പ്രസ്ഥാനത്തിൽ നിന്ന് പടുത്തുയർത്തിയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാൽ ലീഡർ കെ കരുണാകരൻ എന്നാൽ ഇന്ത്യ എന്താണെന്നാൽ ഇന്ത്യ എങ്ങോട്ടും സഞ്ചരിക്കുമെന്ന് നമ്മുടെ ഒരു കാലഘട്ടം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നരസിംഹറാവു പ്രധാനമന്ത്രി ആകുമായിരുന്നത് ആർക്കെങ്കിലും അറിയാമോ? നരസിംഹറാവു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. പക്ഷേ നരസിംഹറാവു എന്ന് പറയുന്ന ആളിനെ കൊണ്ടുവന്ന കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഇപ്പോഴും കുറ്റം പറയും. ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ നരസിംഹറാവുവാണ്. കല്യാൺ സിംഗ് ആയിരുന്നു UP ഭരിച്ച കാലഘട്ടം. എടോ BJP, എടോ RSS. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നെന്നാൽ കല്യാൺ സിംഗ് ആയിരുന്നു മുഖ്യമന്ത്രി, UPയുടെ മുഖ്യമന്ത്രി. ആ UPയുടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ മാത്രമേ കർസേവ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഒരാളെയും നിങ്ങൾ കടത്തിവിടാതിരുന്നു എങ്കിൽ അവിടെ ആ സംഭവം നടക്കുമായിരുന്നില്ല. തീർച്ചയായിട്ടും കോൺഗ്രസ് അല്ല അനുമതി കൊടുത്തത്. കല്യാൺ സിംഗ് എന്ന് പറഞ്ഞ BJPയോട് ഏറ്റവും കൂറ് പുലർത്തുന്നതും RSSനോട് കൂറ് പുലർത്തുന്നതും സത്യസന്ധമായ ഒരു RSSകാരനായിരുന്നു AB വാജ്പേയി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത്തരം ആൾക്കാരുണ്ട്. കാരണം നാഥറാം ഗോഡ്സെയെ ഫിക്സഡ് ഡിപ്പോസിറ്റ് വിട്ടിട്ട് പോയത് ആരാണ്? അപ്പോൾ അതിനു മുമ്പ് ഒരു പ്രസ്ഥാനമുണ്ടായിരുന്നു, നക്സലേറ്റ് പ്രസ്ഥാനം. അമ്പെ പരാജിതപ്പെട്ട് അവസാനമായി തീരുമാനമെടുത്ത ഏക പ്രസ്ഥാനം നാഗപ്പൂർ. നിങ്ങൾ സഞ്ചരിച്ചു പോയി. വിജയദശമി ദിനം നിങ്ങൾ ആഘോഷിക്കുന്നു, രക്ഷാബന്ധൻ. എന്നാൽ വിജയദശമി ദിനം രക്ഷാബന്ധൻ എന്തിൻ്റെ പേരിലാണെന്ന് ഓരോ ഹിന്ദുക്കളും മാത്രമല്ല ഈ ഭാരതത്തിലെ എല്ലാ ജനങ്ങളും മനസ്സിലാക്കണം. കാരണം എന്തെന്നാൽ മഹാഭാരത യുദ്ധകാലത്ത് നമ്മുടെ ഒരു ചേരിയിൽ നിന്ന് മറ്റൊരു ചേരിയിലേക്ക് പോയപ്പോൾ നിശാനിയായിരുന്നു സിന്ദൂരം. അതുപോലെ തന്നെ നമ്മുടെ ഈ രക്ഷാബന്ധൻ ആ ചരട് ചിലർ ചുമപ്പ് അണിയുന്നു, ചിലർ പച്ച അണിയുന്നു. ഇന്ദിരാ പ്രിയദർശിനിക്ക് രക്ഷാബന്ധൻ ചാർത്തിയത് നിങ്ങൾക്കറിയാമോ? AB വാജ്പേയി. നിങ്ങൾക്കറിയാമോ? ടാറ്റ
ബിർള, ടാറ്റ, നമ്മുടെ പ്രിയദർശിനിക്ക് ഒരു തീപ്പെട്ടി ബോക്സിൻ്റെ അകത്ത് ഒരു സാരി അയച്ചു കൊടുത്തു. അതെന്തെന്നറിയണ്ടേ? അത് സാരിയാണ്. ഒരു തീപ്പെട്ടിക്കകത്ത് ഇരിക്കാൻ ഉള്ള സാധനമല്ല, ഒരു ബാഗിലിരിക്കാനുള്ള സാധനമാണ്. അത്തരം സിമ്പിളായ സാധനങ്ങൾ വരെ നിർമ്മിക്കാൻ കഴിവുള്ള ഒരു വ്യാപാരിയായിരുന്നു ടാറ്റ, ബിർള, ഡാൽമിയ. ഇന്ന് അദാനി, അംബാനി എന്താ ചെയ്യുന്നത്? ഭരണകർത്താക്കളെ കബ്ജയിലെടുത്തെന്നാൽ അവനെ വശംവദനാക്കി എടുത്തുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ, കഷ്ടപ്പെടുന്ന തൊഴിലാളി വർഗത്തെ ക്രൂശിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സമ്പത്തിനെ ദൂർത്തടിച്ച്, കാരണം സമ്പന്നന്മാരെ സൃഷ്ടിക്കുന്ന ഇന്ത്യയുടെ ഭാഗം കേരളമാകരുതേ എന്ന് മാത്രമാണ് എനിക്കൊരപേക്ഷ. ഞാൻ ഇത് കാണിച്ചെന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ കെ കരുണാകരൻ ഞങ്ങളെ വിട്ടുപോയിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നും മനസ്സിൽ സൂക്ഷിച്ച് ഞാൻ ജീവിക്കുന്നത് ഇപ്പോൾ കരമനയിൽ സ്ഥിതി ചെയ്യുന്ന എൻ്റെ ബിൽഡിങ്ങിലാണ് എയർടെൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഭാര്യ GSTയിൽ നിന്ന് റിട്ടയർഡായി. അദ്ദേഹത്തിനും എൻ്റെ ഗ്രൗണ്ട് ഫ്ലോറ് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. അതെല്ലാം ഞാൻ ഒഴിപ്പിച്ച് ഒരു എഡ്യൂക്കേഷൻ സെൻറ്റർ, രാജശ്രീ അസോസിയേറ്റ് എന്നും പറഞ്ഞ് GST റിട്ടേൺ, ഇൻകം ടാക്സ് ആൻഡം, ചുരുക്കി പറഞ്ഞാൽ തൊഴിൽ നൈപുണ്യ കോഴ്സ്, 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞാൽ 101% രാജനയ്ക്ക് ജോലി വാങ്ങിക്കൊടുത്തിരിക്കും. യാതൊരു സംശയവും വേണ്ട. ആ സർട്ടിഫിക്കറ്റും കൊടുത്തിരിക്കും. ഞാനിത് പറയാൻ കാരണം, ഇന്ന് സിമ്പിളായി ഞാൻ എൻ്റെ ലീഡറുടെ പ്രോഗ്രാം ഞാൻ ചെയ്തു, ഹാരാർപ്പണവും. കാരണം എന്തുകൊണ്ടെന്നാൽ, ഞാൻ എല്ലാ വർഷവും എൻ്റെ ലീഡറുടെ കല്യാണിയിൽ ഞാൻ തീർച്ചയായും എനിക്കിന്ന് പോകാൻ കഴിയാത്തതല്ല. എൻ്റെ മനസ്സും ശരീരവും അവിടെ തന്നെ ഉണ്ട്. കാരണം കല്യാണിയിൽ, കാരണം പത്മജ ചേച്ചി ഞങ്ങളെ ഉപേക്ഷിച്ച് അത്തരം ഒരു തീരുമാനമെടുത്തപ്പോൾ രാജനേക്കയോട് സംസാരിച്ചില്ല. പക്ഷേ ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അദ്ദേഹത്തിന് അത്രയും വിഷമം, സാഹചര്യങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ അദ്ദേഹം തുറന്നു പറഞ്ഞ് പോയി. രാജനേക്കെ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യൻ, ലീഡർ കെ കരുണാകരൻ്റെ പുത്രൻ കെ മുരളീധരൻ തന്നെ. പക്ഷേ രാജനേക്കെ, പഴയ കൊച്ചുരാജൻ, മരിക്കുന്നത് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരനായിരിക്കും. ലീഡർ കെ കരുണാകരൻ മെമ്മോറിയലിൻ്റെ പ്രസിഡന്റ് ഇപ്പോഴാണ്. പണ്ട് പറഞ്ഞില്ലേ ഞാൻ, നമ്മുടെ കണ്ടള കുട്ടി, ആ കുട്ടിയെ ഞാൻ ഇവിടെ കൗൺസിലറാക്കി 2 പ്രാവശ്യം, 1 പ്രാവശ്യം LDFുമായി ജോയിൻ ചെയ്തു. ഞാൻ അപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടില്ല. അവർക്ക് വേണ്ട എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ ലാസ്റ്റിൽ അവരോട് ഞാൻ പറഞ്ഞു, ഒരിടത്തും മത്സരിക്കണ്ട. അതിന് തൊട്ട് മുമ്പ് തന്നെ അവർ പ്രസിഡന്റ് ഞാൻ ആണ് ലീഡർ കെ കരുണാകരൻ മെമ്മോറിയലിൻ്റെ പ്രസിഡൻ്റാക്കിയത്. കാരണം അതിൻ്റെ പ്രോട്ടോക്കോൾ ശരിക്കും ലീഡർ കെ കരുണാകരൻ പാലിച്ച അതേ കാര്യങ്ങൾ തന്നെ ഞാൻ പാലിച്ചത്. എന്തെന്നാൽ അതിൽ ഒരു 2 നായർ എന്ന് പറഞ്ഞാൽ, ഒന്ന് VG ലത, ഒന്ന് അഡ്വക്കറ്റ് രാധാകൃഷ്ണൻ, 3 നാടാർ സമുദായത്തിലെ അഡ്വക്കറ്റ് അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ഇവിടെ നമ്മളെ കരമന നിവാസിയാണ്.
നാഗപ്പൻ സാർ, യെസ്, നാഗപ്പൻ, അഡ്വക്കേറ്റ് നാഗപ്പൻ, എൻ്റെ കർമ്മം എന്തായിരുന്നു? അതിൽ ഞാനാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയതും സകലതും ചെയ്തു. പക്ഷേ എല്ലാവരും ഒരേ സ്വരത്തിൽ അന്ന് പറഞ്ഞു, രാജൻ തന്നെയായിരിക്കണം പ്രസിഡന്റ്. കെ മുരളീധരനും പറഞ്ഞു, അദ്ദേഹം ഇപ്പോഴും ഇതിൻ്റെ രക്ഷാധികാരിയാണ്. കേരളത്തിലെ എല്ലാ ജനങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം രാജനയ്ക്ക് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ അരുവിക്കര പ്രതിഷ്ഠ ചെയ്തതുപോലെയായു നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെയും ഇന്ദിരാ പ്രിയദർശിനിയുടെയും രാജീവ് ഗാന്ധിയുടെയും കെ കരുണാകരൻ്റെയും പ്രതിഷ്ഠ, ആ ബിംബങ്ങൾ, ആ സ്റ്റാച്യു അവിടെ സ്ഥാപിച്ചപ്പോൾ അത് മുടക്കാൻ വേണ്ടി ശിവകുമാർ എന്ന് പറഞ്ഞ തെക്കൻ തിരുവിതാംകൂറുകാരാ, അതാണ് വടക്കൻകാരെ നിങ്ങളോട് ഞാൻ പറയുന്നത്. അത്തരം ആൾക്കാരിൽ പെടുന്ന ആളല്ല ഇത്. പരസ്യമായി പറയും, ഇപ്പോഴും ചുവടെ വെച്ച് കയറിയാണ്. അദ്ദേഹത്തിൻ്റെ LLB കഴിഞ്ഞ കാലത്ത് അദ്ദേഹം PTP നഗറിൽ വരപ്പോൾ രാജനയ്ക്കുണ്ട്. അദ്ദേഹം ലീഡർ കെ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഫോണുണ്ട്, പണ്ടത്തെ ഫോൺ, ഇങ്ങനെ കറക്കം. അതിൻ്റെ തൊട്ട് അദ്ദേഹം പൂജാമുറിയിൽ കയറപ്പോൾ അതിൻ്റെ പുറത്താരൊക്കെയാണെന്ന് ഓരോരുത്തരും ചാടിക്കളിക്കുന്ന കാലമുണ്ടായിരുന്നു. അപ്പോഴും രാജനുണ്ടായിരുന്നു. അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ടും എൻ്റെ ഗ്രഹത്തിൻ്റെ തൊട്ടടുത്ത് NH-ൽ, കരമന NH-ൽ 3 പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തിനുവെന്നാൽ രാവിലെ ഉറക്കമെണീറ്റ് മുഖം കഴുകി എനിക്ക് ദർശനം ചെയ്യേണ്ട ഏക ആൾ ലീഡർ കെ കരുണാകരൻ. കാരണം ഇപ്പോഴും ഇന്നും രാവിലെ ആരാർപ്പണം ചെയ്ത് ഇപ്പോഴും ചന്ദനത്തിരിയും എല്ലാം കത്തിച്ച് നമസ്കരിച്ച് ഞാൻ വന്നിരുന്നു. എനിക്ക് ഈ പ്രോഗ്രാം ചെയ്യണമെന്ന് എനിക്ക് തോന്നിയതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങി വന്നത് എന്തെന്നാൽ, ഈ രാജ്യം നന്നാവണമെങ്കിൽ ഓരോ രാഷ്ട്രീയക്കാരും നന്നാകണം. കാരണം ജനസേവനം, രാഷ്ട്രീയത്തിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? രാഷ്ട്രസേവനം. അത് മനസ്സിലാക്കണം. ഓരോ RSSകാരോടും ഞാൻ ചോദിക്കുകയാണ്, സ്വയം സേവകൻ. RSS മീൻസ് സ്വയം സേവകൻ. സ്വയം എന്തുകൊണ്ടെന്നാൽ റിപ്പീറ്റ് ചെയ്യാണ്. കാരണം അടിയന്തരാവസ്ഥയുടെ മുമ്പ് തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യ ടുഡേ, ഇന്ത്യൻ എക്സ്പ്രസ് പത്രങ്ങൾ രാജനയ്ക്ക് ചലഞ്ച് ചെയ്ത് ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചെന്താണ്? RSSനെ എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല? ഇന്ദിരാ പ്രിയദർശിനി പറഞ്ഞ മറുപടി, RSS ഇന്ത്യയിലൊരു ശക്തിയല്ല. കാരണം അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ ഇട്ടു. അപ്പോൾ RSSകാർക്കും BJPക്കാർക്കും അറിവിന് വേണ്ടി ഞാൻ മറ്റൊരു കാര്യം പറയുന്നു. അപ്പോൾ അവർ ഒരു അഭിടവിട്ട് കൊടുത്തു. ഇന്നും ജുഡീഷ്യറിയിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ജുഡീഷ്യറി അറ്റോർണി ജനറൽ അന്ന് ആരായിരുന്നു? അവരോട് ചോദിക്ക്. ആ അഭിടവിട്ട് ഇന്നും ഇന്ത്യയിലുണ്ട്, ജുഡീഷ്യറിയിലുണ്ട്. മാനിഫെസ്റ്റോ ഓഫ് ഇന്ത്യ, ഡെമോക്രസി ഇന്ത്യ, ബ്യൂറോക്രസി ഇന്ത്യ. അതേപോലെ പ്രവർത്തിച്ചാൽ ആ അഭിടവിട്ട് റൈറ്റ് ഇൻഫർമേഷൻ മുഖാന്തരം രാജനയ്ക്ക് എടുക്കും. യാതൊരു സംശയവും വേണ്ട. നമ്മുടെ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഓരോ RSSകാരനും ജീവിക്കണം. ഓരോ RSSകാരുടെ മക്കൾക്കും ജീവിക്കണം. ജനിക്കാനിരിക്കുന്ന RSSൻ്റെ മക്കൾക്കും ജീവിക്കണം. BJPയുടെ മക്കൾക്കും ജീവിക്കണം. വരും തലമുറക്ക് ജീവിക്കണം. ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും എനി പാർട്ടി എല്ലാവരുടെയും മക്കൾക്കും പിൻകാലങ്ങൾക്കും ജീവിക്കണം. ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ജയ് INDC.